നമ്മളിത് വേണ്ടി നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന യൂസേഴ്സിന് വേണ്ടിയുള്ള ഒരു വീഡിയോ ആണ്. സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിലും നമുക്ക് പുതിയ സോങ്സോ കാര്യങ്ങളോ ഒന്നും സെർച്ച് ചെയ്താൽ കിട്ടില്ല. നോട്ട് ഫൗണ്ട് എന്ന് മാത്രമേ കാണിക്കുള്ളൂ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇതുപോലുള്ള ഒരു സംഭവമായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഈ ഒരു പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതാണ് നമുക്ക് വേണ്ടി നോക്കാൻ പോകുന്നത്. ടോട്ടലായിട്ട് 2 മെത്തേഡാണുള്ളത്. അതിൽ രണ്ടാമത്തെ മെത്തേഡ് ഏറ്റവും അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. കൂടുതൽ ആൾക്കാർക്ക് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള രണ്ടാമത്തെ മെത്തേഡാണ് സാധ്യത. പക്ഷേ ഫസ്റ്റ് മെത്തേഡ് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ സ്കിപ്പാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരു സ്റ്റെപ്പ് നിങ്ങൾക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം വർക്കാവുന്നതല്ല. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക, സ്കിപ്പ് ചെയ്യരുത്. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാൻ ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ കൊടുത്താണെങ്കിൽ ഇതുപോലെ ഇൻഫർമേറ്റീവ് ഉള്ള വീഡിയോസ് നിങ്ങളുടെ ഫോൺ നോട്ടിഫിക്കേഷൻ എടുക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് വേറെ വീഡിയോ ആയിട്ട് പോകാം. വാട്സ്ആപ്പ് ബേസിൽ ചാനൽ സാധിക്കാം. നേരെ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോട്ട് കയറാം. ഇൻസ്റ്റാഗ്രാമിലോട്ട് കയറിയതിന് ശേഷം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും റിപ്പോർട്ട് ആയ പ്രോബ്ലം എന്നുള്ളത്. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ചോദിക്കും. ഓക്കെ, അതായത് ഇൻക്ലൂഡ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇവിടെ ഓക്കെ ബ്രീഫ്ലി എക്സ്പ്ലെയിൻ വാട്ട് ഹാപ്പൻഡ് ഓർ വാട്ട് ഈസ് നോട്ട് വർക്കിംഗ് എന്നുള്ള ഈ ഭാഗത്ത് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഒരു മാറ്റർ ഞാൻ തരാം. ആ ഒരു മാറ്റർ നിങ്ങൾക്ക് കോപ്പി പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ആ ഒരു സാധനം നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ ഒരു സ്ക്രീൻഷോട്ട് ഉണ്ടല്ലോ, ഈ സ്ക്രീൻഷോട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ഓൾറെഡി വർക്കിംഗ് അല്ലാത്ത നിങ്ങളൊരു സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് പോവുക. നിങ്ങൾ നേരെ പോയതിന് ശേഷം മ്യൂസിക് ഓപ്ഷനിൽ പോവുക. മ്യൂസിക് ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുതിയ ഏതെങ്കിലും ന്യൂ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഏതെങ്കിലും ഒരു മ്യൂസിക്കിൻ്റെ പേര് സെർച്ച് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നോട്ട് ഫൗണ്ട് എന്നായിരിക്കും കാണുക. ആ ഒരു സംഭവം നിങ്ങൾ സ്ക്രീൻഷോട്ട് ആദ്യം എടുത്ത് വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഭാഗത്ത് വന്നതിന് ശേഷം സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അപ്ലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്ലോഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് ഇവിടെ അപ്ലോഡ് ആക്കാൻ ചോദിക്കും. അപ്ലോഡ് ആക്കി കൊടുക്കുക. അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുള്ള ആ ഒരു മാറ്റർ കോപ്പി പേസ്റ്റ് അടിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സെൻഡ് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ 1 വീക്ക് വെയിറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, രണ്ടാമത്തെ മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നേരെ ഇൻസ്റ്റാഗ്രാം ലൈറ്റ് എന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ആപ്പ് സ്റ്റോറിലോ അല്ലെങ്കിൽ പ്ലേ സ്റ്റോറിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഡൗൺലോഡ് ചെയ്യുക. അത് പ്രത്യേകിച്ച് മാറ്റമുള്ള കാര്യമൊന്നുമില്ല. ജസ്റ്റ് സിമിലർ ഇൻസ്റ്റാഗ്രാം ഒറിജിനൽ ഇൻസ്റ്റാഗ്രാം ഇതുപോലെ ഉണ്ടാവും. അതായത് ഇൻസ്റ്റാഗ്രാം ആപ്ലിക്കേഷൻ പോലെ തന്നെയാണ് ഇൻസ്റ്റാഗ്രാം ലൈറ്റ് ഉള്ളത്. യാതൊരു തരത്തിലുള്ള മാറ്റങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ആപ്പിൻ്റെ സൈസിൽ ചെറിയൊരു മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്ര ജസ്റ്റ് ഒരു മാറ്റം ഉണ്ടാവുള്ളൂ. പിന്നെ നിങ്ങൾക്ക് സെയിം ഇൻസ്റ്റാഗ്രാമിൽ ചെയ്യുന്ന പോലെ സ്റ്റോറി ഇടാം. അതുപോലെ തന്നെ സ്റ്റോറിയിലോട്ട് മ്യൂസിക്സ് ആഡ് ചെയ്യാം. ആ ഒരു ഭാഗത്ത് നിങ്ങൾ ആ ഒരു ആപ്ലിക്കേഷനുള്ളിൽ നിങ്ങൾ ആ സെയിം അക്കൗണ്ട് വെച്ച് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ സെയിം മ്യൂസിക് ആഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും മ്യൂസിക് അവിടെ അവൈലബിൾ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ആ ഒരു സംഭവം ഇൻസ്റ്റാഗ്രാം ലൈറ്റ് മാത്രം നിങ്ങൾ യൂസ് ചെയ്തിട്ട് 2 MB 2.5 MB എത്ര ഉള്ളൂ, 2.3 MB എങ്ങാനുള്ളൂ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സൈസ് എന്ന് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് സ്റ്റോറി ഇടാൻ ടൈമിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് മ്യൂസിക് ആഡ് ചെയ്യാൻ ടൈമിൽ എന്ത് ചെയ്യുക, ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് ലൈറ്റിലോട്ട് കയറിയതിന് ശേഷം നിങ്ങൾ സ്റ്റോറി അപ്ഡേറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് നോർമൽ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാവുന്ന അങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ലൈറ്റിനെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, വലിയ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും ഈ 2 ആപ്ലിക്കേഷൻ തമ്മിലില്ല. ജസ്റ്റ് നിങ്ങൾക്ക് സൈസിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഈ രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ ട്രൈ ചെയ്തിട്ടുള്ളത്. എനിക്ക് അതാണ് വർക്ക് ആക്കിയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി എഫക്റ്റീവ് ആയിട്ടുള്ള രണ്ടാമത്തെ മെത്തേഡായിരിക്കും. അപ്പോൾ ഇത് രണ്ടാമത്തെ മെത്തേഡ് കണ്ട ആൾക്കാർക്ക് ഇപ്പോൾ ഇത് വർക്കായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇത് വർക്കായിട്ടുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുന്ന ബെല്ലൈക്കൺ ഓൾ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്യുക. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് എനിക്കൊരു മോട്ടിവേഷൻ ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ഉപകാരം ആവും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു 2 മെത്തേഡ് നിങ്ങൾ 2024 നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഈ ഒരു സംഭവം വർക്കിംഗ് ആണ്. കാരണം എനിക്കും ഇതുപോലെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. ആ ഒരു ഫ്രണ്ടിനും ഇതുപോലെ സെയിം പ്രോബ്ലം ഉണ്ടായപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. രണ്ടാമത്തെ മെത്തേഡാണ് എനിക്ക് വർക്ക് ആയിട്ടുള്ളത്. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ ഈ 2 മെത്തേഡ്സ് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വിശ്വസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ടൈമിൽ എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിൽ ജസ്റ്റ് അടിയിൽ കമൻറ്റ് ചെയ്താൽ റിപ്ലൈ ചെയ്യാൻ തരാം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്ട് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാകും. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ഫോളോ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഫോളോ ചെയ്യുക. ഡൗട്ടും കാര്യമൊക്കെ അവിടെ ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് റിപ്ലൈ കാര്യമൊക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വേണ്ടി. അപ്പോൾ ഇതിൽ നല്ല അടിപൊളി കിട്ടില്ല കണ്ടുമായിട്ട് അടുത്തൊരു വീഡിയോ കാണാം. അതായിരിക്കും ഗുഡ് ബൈ.